ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് സമയമില്ലെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയാലും വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാ മസാലപ്പൊടികളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ തലേ ദിവസത്തെ ചിക്കന് പൊരിച്ചതൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മസാലയും സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഇതിങ്ങനെ പച്ചക്കിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫില്ലിങ് ആയി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് മൈദയുടെ പശ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സമൂസ ഷീറ്റാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമൂസ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കോണിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് 2 എണ്ണം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 പീസ് ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഈ അറ്റം ബാക്കി വരില്ല, ആ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് മൈദയുടെ പശ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ 2 സൈഡ് കണ്ടിട്ട് അതിൽ എണ്ണ കുടിക്കും, എണ്ണ കയറുന്നൊന്നും വിചാരിക്കേണ്ട. നമുക്കിത് ഈ ഒരു സമൂസ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമല്ലോ. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കൽ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ ഇവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിനി ചിക്കൻ ക്രോയിസൻ റോളാണ് കേട്ടോ. ക്രോയിസൻ റോൾ ചെയ്തവർക്ക് അറിയാം, ആ ഒരു ഷേപ്പിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലോണം ചൂടായിട്ടുള്ള എണ്ണയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി.
അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ക്രോയിസൻ റോളും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്രോയിസൻ റോളും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ സമൂസൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ രണ്ട് സൈഡ് ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ നിറായാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സമൂസ ഷീറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മസാലയും അതുപോലെ തന്നെ സ്നാക്കും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.